പ്രിയപ്പെട്ടവരെ നോക്കൂ, ടിനു പാസ്റ്ററിന്റെ പ്രയറിൽ കൂടാനായിട്ട് കർത്താവ് സഹായിച്ചു. ടിനു പാസ്റ്റർ, ഇയാളെ മുമ്പ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ജീസസ് പറഞ്ഞ കാര്യം റെക്കോർഡ് ചെയ്തിട്ട് പുറത്താക്കിയ മനുഷ്യനല്ലേ, അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ടിനു പാസ്റ്റർ അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യില് പാസ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് എന്റെ നേർക്ക് കൈ ചൂണ്ടേ. ഈ കൂട്ടത്തിലിരിക്കുന്ന ആരുടെയോ കയ്യില് ഒരു പാസ്പോർട്ട് ഉണ്ട്. അത് ഏതാണ്, ആരാണ് ആ കുട്ടി, എവിടെയാണ് ആ കുട്ടി ഇരിക്കുന്നത്? അപ്പൊ തന്നെ ഈ കുട്ടി, പാസ്റ്റർ എന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, ഞാൻ പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത് പാസ്റ്റർ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു പോലും ഈ കുട്ടി പാസ്പോർട്ട് ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പാസ്റ്ററിന്റെ അടുത്തോട്ട് ഇറങ്ങി വന്ന് പാസ്പോർട്ട് മേടിച്ച്. ഇതിനകത്ത് വേറെ വിസയൊന്നും ഇല്ലല്ലോ, ഒരു വിസ ഇല്ലല്ലോ. മജീഷ്യന്മാരൊക്കെ ചോദിക്കുന്നല്ലോ, ഇതാ നോക്കൂ, ഇതിനകത്ത് പുള്ളിയോ വള്ളിയോ ഒന്നും ഇല്ലല്ലോ, ഇതാ ഇപ്പുറത്ത് നോക്കൂ, ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ. Your visa is there. Amen. Yes. ഭയങ്കരം തന്നെ. വിസ അടിച്ചു വരും എന്ന് പറഞ്ഞ് ജർമ്മനിയിലേക്കുള്ള വിസ 6ാമത്തെ പേജിലായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. 6-7 പേജുകളിലായിട്ട് ജർമ്മനിക്കുള്ള വിസ അടിച്ചു വന്നു. സത്യം പറഞ്ഞപ്പോൾ ഒരു സങ്കടം വരികയാണ്. ഞാനൊക്കെ പണ്ട് 1, 2, 3 ലക്ഷമൊക്കെ കൊടുത്തിട്ടാണ് ദുബായിൽ ഒരു ജോലിക്ക് പോയത്. അന്ന് ടിനു പാസ്റ്റർ പരിചയപ്പെട്ടാൽ മതിയായിരുന്നു. ഇതുപോലൊരു ധ്യാനത്തിൽ എനിക്കും കൂടാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും പോകുമായിരുന്നു ജർമ്മനിയിൽ 5 പൈസ ചെലവില്ലാതെ.